പോച്ചന്മാരെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് ഹൈവേയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കാശ്മീർ, അപ്പോൾ ഹൈദരാബാദിലേക്കുള്ളതാണ്. ഇവിടുന്ന് 575 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ വണ്ടിയുടെ ടയർ എയർ ചെക്കിങ്ങിന് വേണ്ടി നിർത്തിയാണ്. നിസാദ് ചേട്ട, അഭിച്ചേട്ട, ആരിസ് ചേട്ട എല്ലാവരും ഉണ്ട്. പഞ്ചറുടെ എയർ ചെക്കിങ്ങാണ്. കാശ്മീർ ട്രിപ്പിൽ പഠിച്ച പാടത്തിൽ ഒന്നാമത്തെ പാടം നേരത്തെ ഫസ്റ്റായിട്ട് പമ്പും 6 ലിറ്റർ അടുത്താങ്കിൽ പെട്രോൾ ആകുമ്പോഴത്തെ അടിച്ചോളണം. രണ്ടാമത്തെ കേസ് പമ്പ് ചവിട്ടി അടിക്കുന്നതിന് പറഞ്ഞ് എടുക്കണം. എടുത്ത സാധനം കൊണ്ടുവരാണ്ട് വന്നതിന് നമ്മൾ എവിടെ പോയാലും ശ്രദ്ധിക്കണം. ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും മസ്റ്റായിട്ടും ചവിട്ടി അടിക്കണമെങ്കിലും പമ്പ് എടുക്കണം, മസ്റ്റായിട്ടും എടുക്കണം. ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടിൽ നമ്മൾ വെച്ചുപിടിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സമയം നമുക്ക് എയർ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടി വന്നു. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 560 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ്. ഹൈദരാബാദ് എത്തി അവിടെ സ്റ്റേ ചെയ്യുക. നാളെ രാവിലെ ഹൈദരാബാദ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക. കൊച്ചന്മാരെ നമ്മൾ ഇപ്പം ആന്ധ്രാപ്രദേശിലാണുള്ളത്. ആന്ധ്രാപ്രദേശിൽ ഹൈവേയിലാണ്. ആരിച്ചേട്ടയുണ്ട്, നിസാദുണ്ട്, അഭിച്ചേട്ടയുണ്ട്. നമ്മളിരിക്കുന്നത് ഇപ്പം ആന്ധ്രാപ്രദേശിൽ കിയാടെ ഷോറൂമിലാട്ടോ. ഒരു 100 ഏക്കർ കിയാടെ വണ്ടി ഉണ്ടാക്കി വരുന്നത് ഇവിടെ നിന്നാണ്. 100 ഏക്കറിൽ പ്ലാന്റ് പ്ലാന്റ് ഞാനൊന്ന് കാണിച്ചു തരാം, ചുറ്റി ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കിടക്കുക, കിലോമീറ്റർ കണക്ക് നീണ്ടു കിടക്കുക പ്ലാന്റ്. പിന്നെ ബാക്കിലേക്ക് മുഴുവൻ 1 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുക പ്ലാന്റ്. അതുപോലെ ഈ കാണുന്നതാണ് കിയയുടെ ചങ്ങോടും കിടക്കുകയാണ് 1 കിലോമീറ്റർ. പോച്ചന്മാരെ നമ്മളിപ്പോൾ ചോറിനാൻ പോകട്ടോ. വിത്തിൻ ½ an hour ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ്, പരിപ്പ് കറി, മീനച്ചാറ്. ആഴ്ചയുടെ ചോറ് വിളമ്പണം. 2 പേർക്കിട്ടായി. 3 പേരാണ് 3 പേര്. നിസായിട്ട് ഞങ്ങൾ നല്ല മരത്തിൻ്റെ തണലിൽ മാഷാ അല്ലാ ചോറൊക്കെ റെഡിയാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഈ സാധനം കൂടെ കഴിച്ചിട്ട് സെറ്റ് ചെയ്ത് അവിടെയാണെങ്കിൽ അവിടെ റെഡിയാക്കി തോന്നാം. ഗ്യാസ് സെറ്റ് റെഡിയാക്കണം. അപ്പോൾ ഇതേ ചോറിൻ്റെ സ്റ്റൈൽ കാണിച്ചു തരാം. നോക്കും, നല്ല വെടിച്ചില്ല, നല്ല നാടൻ പുത്തൻ ചോറ് ഉണ്ടോ. സെറ്റപ്പ്, വമ്പ സെറ്റപ്പ്. മാഷാല്ലാ മാഷാല്ലാ. നമുക്ക് നാട്ടിൽ കഴിക്കണ പോലെ തന്നെ വീട്ടിൽ കഴിക്കണ കണക്ക് തന്നെ ഉച്ചയ്ക്ക് ചോറിടണം. മാഷാല്ലാ മാഷാല്ലാ. എല്ലാവരും ഹായ് വെച്ചേ. കൊച്ചന്മാർ കട്ടകളൊക്കെ കാശ് വെച്ചേ. കടുക്കട്ടെ, സെറ്റല്ലേ വിശാഖട്ടെ, സെറ്റല്ലേ? സെക്കൻഡ് ഞാൻ വിശാഖയുടെ ചോറിനാൻ പോകട്ടോ. അപ്പോൾ ചോറുണ്ടേച്ച് കാണാം കേട്ടോ. ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ ചാർമിനാറിലെത്തി. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ചാർമിനാറിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ്. കൊച്ചന്മാരെ നമ്മൾ ഹൈദരാബാദാണ്. രാവിലെ മോർണിംഗിൽ ഇവിടെ പ്രാവ് 1 ലക്ഷം പ്രാവാണ്. 1 ലക്ഷം പ്രാവ്. അവർക്കെല്ലാം ആളുകൾ ഞാൻ സൈഡിൽ തീറ്റ വയ്ക്കാൻ വെച്ചേക്കുവാണ്. വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് ഈ പ്രാവ് വരും. ഇതിൻ്റെ പുറയിലേക്ക് കാണിച്ചാൽ മതി കേട്ടോ. ഭയങ്കരമായ പ്രാവുകളൊക്കെ നമ്മൾ പോകുന്നൂറ് അങ്ങനെ പറന്ന് മാഷാ അല്ലാ, അടിപൊളി വൈബ്. First Kannada movie Sparsha. सारे यहीं पर शूट हुआ था. And the first English movie The Nightfall of Crocodile. सब यहीं पर शूट हुआ था.
ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് സെറ്റിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കേട്ടോ. കയറുമ്പോൾ തന്നെ ഒരു ആനയുണ്ട്, 2 സൈഡിൽ ആനയുണ്ട്. സെറ്റപ്പ് ഭയങ്കര സെറ്റ് വർക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. വൈബ് തന്നെ പറയാം, വൈബ് അമ്മ വൈബ്. ശരിക്കും ഇതെല്ലാം കാണുമ്പോൾ കെട്ടിടങ്ങളാണ് നോക്കും. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പ്ലാസ്റ്റർ പാലിഷ് പോലത്തെ മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ഒരു പൈപ്പിൽ അടിച്ചുണ്ടാക്കാനാണ്. കണ്ട ഒരു പഴയ രാജ കൊട്ടാരത്തിൻ്റെ പാലസിലൊക്കെ കയറിയ ഫീലിംഗ് ഒന്നും പറയാനില്ല. ഒന്നും പറഞ്ഞാൽ ഇത് പല വർക്കുകളും ഉണ്ടായി പൊളിച്ച് മാറ്റി, കുറച്ച് ഭാഗമാണ് ഇവിടെ ഉള്ളൂ കേട്ടോ. ആരാണ് ദേവസേനയാണോ ഇരിക്കണേ? बड़े मियाँ छोटे मियाँ मूवी में चोर बाजार यही है। प्लेवुड नहीं है सर, ये सब क्लासेस पेरेंट्स दूसरी आरआरआर मूवी देखना ना, एनटीआर गैरेज देखना चाहोगे? एनटीआर सर का गैरेज देखते हैं अभी ये रहा, एनटीआर सर का गैरेज ट्रिपल आर मूवी देखो मुमताज बाहर आते हैं। आपके फ्रेंड में देखिए गेटवे ऑफ इंडिया, सिर्फ रामोजी फिल्म सिटी में ये पॉसिबल है, दिल्ली को मुंबई। हमारे इधर हैदराबाद बिरयानी स्टाइल है, चिकन है बिरयानी अभी बिरयानी സൂപ്പർ ബിരിയാണി ഒന്നും പറയാനില്ല. പിന്നെ ഇതെല്ലാം സംഭവം റൈസ്. ഇപ്പോൾ ഹൈദരാബാദ് ചാർമിനാർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിസ്ത ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ചാർമിനാർ. ഒന്നും സൂപ്പർ ബിരിയാണി ഹൈദരാബാദ്, നമ്മൾ പ്രതീക്ഷേൻ്റെ അപ്പുറം ബിരിയാണി കേട്ടോ. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് ചാർമിനാറിൻ്റെ അടുത്ത് തന്നെയാണ്. രാവിലെ നമ്മൾ റാമോജി റാവു ഫിലിം സിറ്റിയൊക്കെ കണ്ടു, അതിനുശേഷം ഹൈദരാബാദി ബിരിയാണി അടിപൊളിയായിട്ട് കഴിച്ചു. ഇനി നമ്മൾ ചാർമിനാറിലേക്കുള്ള എൻട്രിയാണ്. ചാർമിനാറിൽ പോയി പുകകളൊക്കെ പർച്ചേസ് ചെയ്ത് ചാർമിനാറിൻ്റെ ആ ഒരു വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് ചാർമിനാറിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോവാണ്. നാളെ രാവിലെ നമ്മൾ അടുത്ത ട്രിപ്പ് ആരംഭിക്കുന്നതായിരിക്കും.